ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോകുന്നത് അതായത് ഈ 5 നാളുകാർ, അതായത് ആറ്റുകാൽ പൊങ്കാലയായിരുന്നല്ലോ ഇന്നലെ. അപ്പോൾ നമ്മുടെ ദേവിയുടെ അനുഗ്രഹത്താൽ ഈ 5 നാളുകാർ പൊങ്കാല ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ജീവിതത്തിൽ രാജയോഗമാണ് ദേവിയുടെ അനുഗ്രഹത്താൽ ഉണ്ടാകുന്നത്. അതായത് എല്ലാവർക്കും എല്ലാ ഐശ്വര്യവും ഉണ്ടാകും. എന്നാലും ഈ 5 നാളുകാർക്ക് ഒരു പ്രത്യേക ഭാഗ്യമാണ് ദേവി കരുതി വെച്ചിരിക്കുന്നത്. അതായത് ആ നാളിൽ ഒന്നാമത്തെ നാളെന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ്. അവർക്ക് സർവകാര്യ വിജയമാണ് ഫലം. ഇവർക്ക് ആഭരണങ്ങൾ ഉണ്ടാകാൻ, അതായത് ആഭരണങ്ങൾ, ധനധാന്യ സമൃദ്ധിയും ഒക്കെ ഉണ്ടാകാൻ, അതായത് സ്വർണ്ണമൊക്കെ മേടിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നതാണ് ഈ വർഷം. അതുപോലെ അമ്മയുടെ അനുഗ്രഹത്താൽ അടുത്ത അനുഗ്രഹം ഉള്ള അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ്. ഇവർക്കും രാജയോഗമാണ് ഫലം. ഇവരുടെ ജീവിതത്തിൽ അമ്മ ഇടപെടും. അതായത് ഇവർക്ക് മെയിനായിട്ട് ഇവർ പരീക്ഷകളിൽ വൻ വിജയമൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരാണ്. PSC എക്സാമൊക്കെ എഴുതിയിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് പരീക്ഷയിലൊക്കെ വൻ വിജയം നേടി അതിലൂടെയാണ് ഇവർക്ക് യോഗം വരുന്നത്. ഉടനെ തന്നെ അവർക്ക് ജോലി ലഭിക്കുകയും ചെയ്യും അമ്മയുടെ കാരുണ്യത്താൽ. അതായത് അവർക്ക് അമ്മയുടെ അനുഗ്രഹം അത്രത്തോളമുണ്ട്. നമുക്ക് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അമ്മയെ കാണാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്താനായിട്ട് പോവുക. പിന്നെ നമുക്കൊക്കെ നിലവിളക്കൊക്കെ ഇടിച്ച് അമ്മയ്ക്ക് കൊടുക്കുക, ഇവിടെ വിളക്ക് കത്തിക്കുക. അത് കത്തിച്ച് അമ്മയുടെ അടുത്ത് ആ നന്ദി അറിയിക്കുക. അതുപോലെ തന്നെ മറ്റൊരു നക്ഷത്രമാണ് നമ്മൾ ഇതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നക്ഷത്രമാണ് മകം നക്ഷത്രം എന്ന് പറയുന്നത്. ഇവർക്കും അമ്മയുടെ അനുഗ്രഹത്താൽ രാജയോഗ തുല്യമായ പദവിയാണ് അവർക്കും ലഭിക്കുന്നത് അമ്മയുടെ അനുഗ്രഹം കൊണ്ട്. അതായത് ഇവർക്ക് ഇത്രയും നാൾ അവർ അനുഭവിച്ചിരുന്ന കഷ്ടപ്പാടുകളൊക്കെ അവർക്ക് മാറി അമ്മയുടെ അനുഗ്രഹത്താൽ ഇനി ഐശ്വര്യപൂർണ്ണമായ ഒരു ജീവിതമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അവർക്ക് നല്ല ഒരു തൊഴിൽ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമംഗല്യത്തിന് യോഗമുണ്ട്. അവർ ആഗ്രഹിച്ച പോലെ തന്നെ അവരുടെ വിവാഹം അവർ ഇഷ്ടപ്പെട്ട ആളുമായിട്ട് തന്നെ നടക്കും. അതിനു വേണ്ടിയാണ് അവർ അമ്മയെടുത്ത് അത്ര കരഞ്ഞ് പ്രാർത്ഥിച്ചാണ് ആ പൊങ്കാല ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ആഗ്രഹം നടക്കും, ഉറപ്പാണ്. ആ ഇഷ്ടമംഗല്യത്തിലൂടെയാണ് അവർക്ക് രാജയോഗം വരുന്നത്. അതുപോലെ തന്നെ അടുത്ത ഈ രാജയോഗമുള്ള അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ്. അപ്പോൾ പൂരം നക്ഷത്രക്കാർക്ക് ഒരു പുത്രി ഭാഗ്യം, അതായത് അവർക്കൊരു കുഞ്ഞ് ജനിക്കാനുള്ള ഭാഗ്യം, അതും പുത്രനല്ല പുത്രിയാണ് അവർക്ക് ലഭിക്കുന്നത്. അതായത് അമ്മയെപ്പോലെ അമ്മയുടെ ഒരു അനുഗ്രഹമുള്ള കുഞ്ഞായിരിക്കും അവർക്ക് ലഭിക്കാൻ പോകുന്ന കുഞ്ഞെന്ന് പറയുന്നത്. ഇത്ര ഐശ്വര്യവതിയായിരിക്കും. ആ കുഞ്ഞ് അതിലൂടെയാണ് അവർക്ക് രാജയോഗ തുല്യമായ, നമുക്ക് ഓരോ ഇതും യോഗമെന്ന് പറയുന്നത് ഇഷ്ടംപോലെ പണം വരുന്നതൊന്നുമല്ല, നമുക്കൊരോ യോഗമാണ്. ഒരു കുഞ്ഞ് ജനിക്കുക, ആ ഒരു പുത്രിയിലൂടെ, ആ ഒരു മകളിലൂടെയാണ് ആ ആൾക്ക് അത്രയും ഭാഗ്യങ്ങൾ ആ കുഞ്ഞിലൂടെ വന്നുള്ളൂ. അതാണ് അവരുടെ ഏറ്റവും വലിയ ഐശ്വര്യം എന്ന് പറയുന്നത്. പൂരം നാളിൽ അവരുടെ രാജയോഗം എന്ന് പറയുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാരും പൊങ്കാല ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും ദേവി കൊടുക്കുന്നതാണ്. അവർക്ക് രാജയോഗ തുല്യമായ ഒരു പദവി അവർക്ക് പ്രതീക്ഷിക്കുക. അവർക്ക് ശത്രുനാശം ഉണ്ടാകുന്നതാണ്. ശത്രുവിൻ്റെ ദോഷങ്ങൾ അവർ ഒത്തിരി അനുഭവിച്ചാണ്. രാഹുദശയുടെ ദോഷങ്ങളൊക്കെ അവർക്ക് മാറുന്നതാണ്. അതുപോലെ തന്നെ അവർക്ക് മറ്റ് ദുരിതങ്ങളൊക്കെ അവരെ അലട്ടിയിരുന്നു. ആ രോഗദുരിതങ്ങളിൽ നിന്നെല്ലാം അവർക്ക് മുക്തിയാണ് ബലം. അതുപോലെ അവരെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു വലിയ പ്രശ്നം അവരെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ അവർക്ക് മാറി അവർക്ക് ജീവിതത്തിൽ നല്ല ഒരു ഐശ്വര്യപൂർണ്ണമായ ഒരു ജീവിതം അവർക്കുണ്ടാകാൻ ഇത് കാരണമാകും. അതുപോലെ തന്നെ അവരെ ഒത്തിരി കഷ്ടപ്പാടുകൾ അവരെ അലട്ടിക്കൊണ്ടിരുന്നു. ആ കഷ്ടപ്പാടുകളെല്ലാം അവർക്ക് മാറി എല്ലാ ധനധാന്യ സമൃദ്ധി അവർക്കുണ്ടാകും. അതാണ് അവരുടെ യോഗം എന്ന് പറയുന്നത്, രാജയോഗം എന്ന് പറയുന്നത്. അങ്ങനെ
ഇത്രയും ഈ 5 നാടുകാർക്കാണ് അമ്മയുടെ അനുഗ്രഹത്താൽ, അമ്മയുടെ കരുണയാൽ, അമ്മയുടെ ആശീർവാദത്താൽ രാജയോഗ തുല്യമായ ജീവിതം ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകും. അപ്പോൾ ഇവർക്ക് അല്പം ഐശ്വര്യം കൂടുതലായിരിക്കും. അതുകൊണ്ട് അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന മന്ത്രം ഒരു ദിവസം പോലും നിങ്ങൾ മുടക്കരുത്. നിങ്ങൾ ജപിക്കുക. അമ്മയെ ഓർക്കാത്ത ഒരു ദിവസവും ഉണ്ടാകരുത്. മൂന്നിൽ ഉറക്കത്തിൽ നിന്ന് അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുക. അമ്മയോടുള്ള പ്രാർത്ഥന നിങ്ങൾ ഒരിക്കലും കൈവിടരുത്. നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. Bye.